ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ചൂസ് ദ കറക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ഫോർ ദ അണ്ടർലൈൻഡ് പാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ഹു ഓൾവേസ് പെർഫോം വെൽ അണ്ടർ പ്രഷർ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, ഓൾവേസ് പെർഫോംസ് വെൽ. കാരണം എന്താ, ഇവിടെ ഹൂ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അതിനുശേഷം എന്തായിരിക്കണം, ഒരു സിംഗുലാർ വേർബ് തന്നെയായിരിക്കണം വരേണ്ടത്. ഇവിടെ പെർഫോം എന്നാണുള്ളത്, അപ്പോൾ സിംഗുലാർ വേർബ് എന്താ, പെർഫോംസ്. അപ്പോൾ ഓപ്ഷൻ എ, ഓൾവേസ് പെർഫോംസ് വെൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയ്തർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ് വാസ് റെഡി ഫോർ ദ സഡൻ ഇൻസ്പെക്ഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, വേർ റെഡി. നെയ്തർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ്, ഈ നെയ്തർ നോർ എന്ന കോൺകോഡ് വരുത്താണെങ്കിൽ ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തെ പാർട്ട്. നെയ്തർ നോർ എന്ന കോൺകോഡാണെങ്കിൽ അതിൽ സെക്കൻഡ് പാർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡ് പാർട്ട് എന്താ, സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താ, ഒരു പ്ലൂരൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ വാസല്ല, വേർ ആണ് വരേണ്ടത്. ഓപ്ഷൻ എ, വേർ റെഡി ഈസ് ദ റൈറ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഷീ ഈസ് സീനിയർ ദാൻ മീ ഇൻ ദ ഓഫീസ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ് വരുമ്പോൾ നമ്മൾ ടു ആണ് ഉപയോഗിക്കുന്നത്. അപ്പം മൂന്നാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, സീനിയർ ടു മീ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഇവിടെ വി റീച്ച്ഡ് ദ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ, സബ്ജക്റ്റ് പ്ലസ് V2. ഇത് ഏത് ഫോമാ, സിമ്പിൾ പാസ്റ്റ്. ഇത് നോക്കൂ, ഇവിടെ ബിഫോർ വി റീച്ച്ഡ് ദ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്തു, ട്രെയിൻ ലെഫ്റ്റ് ആയിപ്പോയി. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിന് മുന്നേ നടന്ന കാര്യം ഏത് ടെൻസിലാണ് പറയേണ്ടത്, പാസ്റ്റ് പെർഫെക്റ്റിൽ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. അപ്പോൾ ഇതിലേത് ആൻസർ വരുക, എസ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇവിടെ സബ്ജക്റ്റ് ഹാഡ് ലെഫ്റ്റ്. ഇവിടെ എന്താണ്, അപ്പോൾ 4 സി ആണ്, നോ ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ റൈറ്റല്ലേ വരുന്നത്, ശരിയല്ലേ ഇത് ആൻസർ. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അല്ലേ വരേണ്ടത്, അപ്പോൾ അത് തന്നെയാണ് നോ ഇംപ്രൂവ്മെൻറ്റ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹീ ഡിനൈഡ് ടു ഹെൽപ്പ് ദ പുവർ മാൻ ഡ്യൂറിങ് ദ എമർജൻസി. ഇവിടെ ഡിനൈഡ് എന്ന് പറയുന്നത് ഒരു വേർബ് അല്ലേ. ഡിനൈഡ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ടു അല്ല, ഒരു ജൊറണ്ടാണ് വരുന്നത്. ജൊറണ്ട് എന്ന് പറയുമ്പം ING ഫോമുള്ള വേർബിനെയാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ഏതാ, ഓപ്ഷൻ എ, ഡിനൈഡ് ഹെൽപ്പിംഗ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സ്കേഴ്സ്ലി ഹാഡ് ഐ എൻറ്റേർഡ് ദ ഹാൾ വെൻ ദ ലൈറ്റ്സ് വെൻറ്റ് ഓഫ്. ഇനി നമുക്കറിയാം, ഈ സ്കേഴ്സ്ലി എന്ന് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതിലായിരിക്കും, വെന്നിലാണ് വരേണ്ടത്. ഇവിടെ വെന്നിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ, ഓപ്ഷൻ ബി, നോ ഇംപ്രൂവ്മെൻറ്റ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ മാനേജർ ആസ് വെൽ ആസ് ഹിസ് അസിസ്റ്റൻറ്റ്സ് വേർ പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ്. ക്വസ്റ്റ്യൻസ് ആണ്, കോൺകോഡ് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആസ് വെൽ ആസ്, അതുപോലെ തന്നെ ആസ് മച്ച് ആസ്, ആസ് മെനി ആസ്, അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് വരുമ്പം ഞാൻ പറഞ്ഞു, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഫസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ മാനേജർ എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് വരുന്നത്, സെക്കൻഡ് വരുന്നത് അസിസ്റ്റൻസ്. ഈ മാനേജർ എന്ന് പറയുന്നത് എന്താ, സിംഗുലാർ സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം, സിംഗുലാർ വേർബ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പം വാസ് പ്രസൻ്റ് ആണ് വേണ്ടത്.
എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷീ ഹാസ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 5 years. ഇതും ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. സിൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞത്, ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ് പറഞ്ഞത്. ഫോർ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമാണ് പറഞ്ഞത്. ഇവിടെ എന്താ 5 years എന്നാണ് പറഞ്ഞത്. 5 years എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമാണ്. അപ്പോൾ എന്താ ഇവിടെ യൂസ് ചെയ്യേണ്ടത്, ഫോർ 5 years. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, നോ സൂണർ ഡിഡ് ദ മാച്ച് സ്റ്റാർട്ട് വെൻ ഇറ്റ് ബിഗെയിൻ ടു റെയിൻ ഹെവിലി. നോ സൂണർ കഴിഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതിലായിരിക്കണം, ദാനിലായിരിക്കണം. THAN, ദാനിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, വെന്നിലല്ല. വെന്നിൽ നമ്മൾ പറഞ്ഞാൽ ഹാർഡ്ലി ഒക്കെ വരുമ്പോഴാണ് വെന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ, ഓപ്ഷൻ എ, ദാൻ ഇറ്റ് ബിഗെയിൻ. പത്താമത്തെ ചോദ്യം, ഇഫ് ഐ വുഡ് ഹാവ് നോൺ ദ ട്രൂത്ത് ഏർലിയർ ഐ വുഡ് നോട്ട് ഹാവ് ട്രസ്റ്റഡ് ഹിം. ഇത് ഏത് ഫോമില വരുന്നത്, ഇതൊരു സിമ്പിൾ പാസ്റ്റ് ഫോമിലല്ലേ ഉള്ളത്, സിമ്പിൾ പാസ്റ്റ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ആ ട്രൂത്ത് അറിഞ്ഞില്ലെങ്കിൽ എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് വരേണ്ടത്, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഇതെന്താ, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. അപ്പോൾ എന്തായിരിക്കണം, ഇഫ് ഐ ഹാഡ് നോൺ എന്ന ഫോമിലായിരിക്കണം അത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 10 B ആണ് ആൻസർ. താങ്ക് യു.